Respected President Advocate Rahmatullah Sahib, respected leaders Sri Mohammed Bashir Sahib, PV Abdul Wahab Sahib, മജീദ് ഒന്നാ പറഞ്ഞു മജീദ് ഒന്നാ പറഞ്ഞു In fact, in India, there is a corporate rule. All the public properties have gone to the corporate rule. There is only one weapon with us. Instead of this Modi regime. We shall do it farmers and minorities. We have to congratulate who fought victoriously against the Modi regime and the struggle he was made the farmers' struggle because trying to strength and to caliber for furthering our movement. Our slogan, saving the country, means saving Indian democracy, saving Indian secularism, and saving our constitution, and saving India as a whole. Save labor rights, protect our labor rights and identity, all the trade union rights in Kota, and our parliament law, we are doing our കൊല്ലത്തിലധികം ജീവിച്ചിരിക്കില്ല എന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു. 1955 കമ്മ്യൂണിസം 100 കൊല്ലത്തിലധികം ജീവിച്ചിരിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. യഥാർത്ഥത്തിൽ അന്ന് ആളുകളൊക്കെ കളിയാക്കി. കാരണം ലോകത്ത് മുഴുവൻ കമ്മ്യൂണിസമാണ്. ചെക്കോസ്ലോവാക്യയിൽ കമ്മ്യൂണിസമാണ്, യൂഗോസ്ലാവിയയിൽ കമ്മ്യൂണിസമാണ്, സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസമാണ്, പോളണ്ടിൽ കമ്മ്യൂണിസമാണ്, ചൈനയിൽ കമ്മ്യൂണിസമാണ്, ലോകത്തിന്റെ പകുതിയും കമ്മ്യൂണിസമാണ്. അക്കാലത്താണ് സീതി സാഹിബ് പറയുന്നത് ഈ കമ്മ്യൂണിസം 100 കൊല്ലത്തിലധികം ജീവിച്ചിരിക്കില്ല. നമ്മൾ മനസ്സിലാക്കി 50 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ലോകത്ത് ചീട്ട് കൊട്ടാരം തകരുന്നത് പോലെ കമ്മ്യൂണിസം തകർന്നുപോയി. ആ മഹാനായ മനുഷ്യൻ പറഞ്ഞാൽ തെറ്റുകയില്ല. അദ്ദേഹമാണ് ഒരിക്കൽ കോഴിക്കോട്ട് വെച്ച് പറഞ്ഞത് ഈ STU ഇന്ത്യയിൽ മുഴുവൻ വ്യാപിക്കും. നേരത്തെ റഹ്മത്തുള്ള സാഹിബ് അതുപോലെ തന്നെ നമ്മളെ നേതാക്കളൊക്കെ ഇവിടെ അടിവരയിട്ടത് പറഞ്ഞതുപോലെ ഇന്ത്യ രാജ്യത്ത് മുഴുവനും STU മഹശക്തിയായി വളരും. അത് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. കാരണം അത് പറഞ്ഞത് സീതി സാഹിബാണ്. അതുകൊണ്ട് സീതി സാഹിബിന്റെ അംബാസഡർമാരായി നാം എല്ലാവരും പ്രവർത്തിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ജയ് ഹിന്ദ്. നല്ല കച്ചവടം നടക്കുകയാണ്. ഷാജിദ് അല്ല അവിടെ വാങ്ങിയാൽ മതി. And you know Akhil Ahmed is the leader from Madhya Pradesh. I invite our National Vice President Akhil Ahmed. Yes, only for 2 minutes. He will greet this function. जो मोदी सरकार है मजदूरों को लेकर जिस प्रकार से हमारे यहाँ तानाशाही चल रही है उसको लेकर अगर हम अपने आप को जागृत नहीं करेंगे तो ये सरकार हमें जो है पूरे तरीके से अपने हुकूक से बेदखल कर देगी। इसलिए STU के माध्यम से हम अपने हुकूक को
जो भी हमारे हुकूक हैं, जहाँ भी हम काम करते हैं, जो हमारे नियोक्ता हैं, उनसे हमारे हुकूक की मिलने के लिए हमें अपनी लड़ाई लड़नी चाहिए। इसी को लेकर हम आज यहाँ पर सरकार को जगाने के लिए जमा हुए हैं और हम ये चाहेंगे कि हम अपने हक में अपनी आवाज़ ज़रूर उठाएं। എസ് യുവിൻ്റെ തന്നെ ദേശീയ ഭാരവാഹികൾ യു പോക്കർ, അഷ്റഫ് സാഹിബ്, സെക്രട്ടേറിയറ്റ് മെമ്പർമാരായിട്ടുള്ള വാളാട്ട് അഹമ്മദ്, മാഹിൻ സാഹിബ്, കല്ലടി അബൂബക്കർ സാഹിബ്, നമ്മുടെ ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഫ, നമ്മുടെ തമിഴ്നാടിലെ വളരെ ശക്തനായിട്ടുള്ള ജനറൽ സെക്രട്ടറി, അങ്ങനെ തന്നെ പറയണം, സൈദാരി നമ്മുടെ ദേശീയ സെക്രട്ടറിയാണ്, ഉൾപ്പെടെയുള്ള ജമീല ടീച്ചർ നമ്മുടെ ദേശീയ വൈസ് പ്രസിഡന്റാണ്. അവരെല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് 3 മണിക്ക് കൃത്യം നമ്മുടെ ദേശീയ കമ്മിറ്റി ആരംഭിക്കണം. വി ഹാവ് ടു സ്റ്റാർട്ട് ദി നാഷണൽ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ബൈ 3 PM എക്സാക്ട്ലി. അതിന് വന്നവരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് അവിടെയും ഇവിടെയും അലിഞ്ഞു തിരിഞ്ഞ് നടക്കാതെ കൃത്യം 3 മണി മുതൽ 6 മണി വരെ നടക്കുന്ന ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ മുഴുവൻ ദേശീയ എക്സിക്യൂട്ടീവ് മെമ്പർമാരും ഉണ്ടാകണം. ആദ്യത്തെ യോഗത്തിൽ തന്നെ ആബ്സെന്റ് ആവുന്നത് ചിലപ്പോ എന്നേക്കുമായി ആബ്സെന്റ് ആവുന്നതിന് തുല്യമായിരിക്കുമെന്ന് എല്ലാവരും മനസ്സിലാക്കുക, മനഃപൂർവ്വം. അതുകൊണ്ട് ഐ ആം റിക്വസ്റ്റിംഗ് ഓൾ ദി നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഷുഡ് അറ്റൻഡ് ദി മീറ്റിംഗ് ഇൻ ടൈം. ഇനി ഒരുപാട് നീട്ടിക്കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കേരള ഹൗസ് ഇതിന്റെ തൊട്ടടുത്താണ്. അങ്ങനെ പോയാൽ കേരള ഹൗസ് നേരെ അങ്ങനെ പോയാൽ അതിൽ പോയാൽ ഈ കേരളീയർക്ക് വേണമെങ്കിൽ കേരള ഭക്ഷണം കിട്ടും. ഇതിൽ പോയാൽ കടത്തില്ല. അപ്പുറത്ത് കൂടെ അവർ സ്വീകരിക്കുക. അവർ ഈ യോഗത്തിൽ സംസാരിക്കും. ഐ എം വെരി പ്രൗഡ്ലി ഇൻവൈറ്റിംഗ് സൊനാലി മിസ്ട്രി ഫോർ അഡ്രസ്സിംഗ് ദിസ് ഗ്യാദർ. താങ്ക് യു. പ്ലീസ്. Good afternoon, everyone. Respected leaders, Jafarullah Mullah Sahib, Muhammad Rahmatullah Sahib, and other respectable national leaders, MPs of Indian Muslim League and other trade unions leaders, all are welcome and congratulations. I am Sonali Mistry, come from West Bengal. I am a social worker. Today, ST worker as our prevent decision a parliament march. वर्कर के लिए जो आज की जो मार्च हुआ है, मैं उसी पे अंशग्रहण करने के लिए वेस्ट बंगाल से आई हूँ. We know our worker जो भी सेक्टर में है, कोविड के सिचुएशन में उसका जो हाल हुआ हम सब लोग ने देखा है. वर्कर को लोग को कोई सही तरीके से सम्मान भी नहीं देता है. हमने देखा है कोविड की सिचुएशन में ट्रेन में लोग किस तरीके से उसका हालत हुआ है. So is this crucial position STU alone face the program, protest the program. So we believe that worker is a worker. Worker have no religion. So हम यही मानते हैं कि वर्कर का कोई जात भी नहीं होता है, कोई मजहब भी नहीं होता है. प्लीज डिवाइड एंड रूल फॉर द वर्कर. थैंक यू.
हाल ही में हमने देखा है हमारे जो किसान लोग थे वो किस तरह से आपको आंदोलन को सक्सेस किया है। तो हमारा यही कहना है कि वर्कर को मत बांटिए जात के नाम पे, मजहब के नाम पे, क्योंकि हमारा जो प्रॉब्लम है उसको कंसंट्रेशन नहीं करेंगे तो ये जो बीजेपी गवर्नमेंट है, हमारा जो लक्ष्य है पाने के लिए, वर्कर के लिए, हम उससे पीछे चले जाएंगे। तो किसान आंदोलन से हमें सीखना चाहिए किस तरह से एक आंदोलन को सक्सेसफुल करना होता है। हमारा जो वर्कर है उसका कोई जात नहीं है, वो हिंदू नहीं है, मुस्लिम नहीं है, केरला का नहीं है, वेस्ट बंगाल का नहीं है, आंध्र प्रदेश का नहीं है, वो सिर्फ वर्कर होता है। तो हम वर्कर को एक मुट्ठी में ला सकते हैं तो हमारा जो चाहत है वर्कर के लिए वो जरूर होगा। हमारा जो गवर्नमेंट है, हमारा जो मुद्दा है, हमारा जो प्रॉब्लम है उसमें वो नजरअंदाज करते हैं, वो हमें ऐसा ही रखते हैं हम भूखे रहे और हमारा जो फंडामेंटल राइट्स है वो हम भूल जाए। ओके, थैंक यू। Executive members to attend the National Executive meeting in time, that is at 3 p.m. Constitution Club, റാഫി മാർഗ്. തൊട്ടടുത്താണ് റാഫി മാർഗ്, ഇതിന്റെ തൊട്ടടുത്താണ്. നടന്നാലും എത്തും, ഓട്ടോറിക്ഷയിൽ പോയാലും എത്തും. റാഫി മാർഗിലുള്ള പിന്നെ ഡെപ്യൂട്ടി സ്പീക്കർ ഹാളിലാണ് നാഷണൽ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ചേരുക. 50-60 ആൾക്കാരാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. അല്ലാത്ത ആൾക്കാർക്ക് അവിടെ വരാം. നാഷണൽ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ ബഹളങ്ങൾ ഉണ്ടാക്കാതെ ബാക്ക് പോയിരുന്നത് കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. പലരും കുട്ടികളെ കയറ്റാൻ വന്നത്, അതുകൊണ്ട് അങ്ങനത്തെ നിരോധനങ്ങളൊന്നുമില്ല. പക്ഷെ ബാഡ്ജ് കൊടുക്കുന്നത് നാഷണൽ എക്സിക്യൂട്ടീവിലെ മെമ്പേഴ്സിന് മാത്രമായിരിക്കും. ബഷീർ സാഹിബും മറ്റ് നേതാക്കന്മാരും 3 മണിക്ക് തന്നെ അവിടെ എത്തും. അപ്പോൾ നമ്മളിത് കൃത്യം 1 മണിക്ക് അവസാനിപ്പിക്കണം എന്നുള്ള നമ്മളെ തീരുമാനം. വി ഹാവ് ഡിസിഷൻ ഇൻ കേരള that we have to start all the meeting in time, and whenever we issue a notice for the meeting, there should be the time to be noted when it will be concluded. 11 മണിക്ക് തുടങ്ങിയാൽ 1:30 മണിക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കണം എന്നുള്ളത് കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ നോട്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. As Kerala is leading this organization in the country, we have to start the function in time and we have to close it also in time. So 1 മണിക്ക് നമ്മുടെ ഈ പരിപാടി കൃത്യം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. തമിഴിൽ ഒരൊറ്റ വാക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ പറയാൻ പാടില്ല. തമിഴിൽ സൈദാലി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കും. വാഹിദ് സാഹിബായിരുന്നു നമ്മളെ ട്രഷറർ. അദ്ദേഹത്തിന് സുഖമില്ലാത്തതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റു ചില ദേശീയ ഭാരവാഹികൾ എ അബ്ദുറഹ്മാൻ സാഹിബ്, അതുപോലെ തന്നെ നമ്മുടെ കരീം സാഹിബ്, ആദവനാട് മുഹമ്മദ് കുട്ടി, ചിലരൊക്കെ കോവിഡിന്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ട്, അനുഭവിച്ചു കൊണ്ടിരിക്കുക, പലരും അറിയിച്ചിട്ടുണ്ട്. അവർ മാത്രമാണ് വരാത്തത്, ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഐ ഇൻവൈറ്റ് മൈ ക്ലോസ് ഫ്രണ്ട്സ്. ഈസ് ദി മോസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് ലീഡർ ഇൻ തമിഴ്നാട്. And one thing more, now there is STU in 25 districts in Tamil Nadu. There is next behind Kerala. And I invite Saidali for delivering vote of thanks. National President Advocate M. Ramtullah Sahib and Unnikulan Sahib and STU National General Secretary Jafarullah Mullah Sahib and others, Ashraf Sahib, Wakar Sahib, Surendra Tolilalar Union, STU, பாரதிய ஜனதாவுடைய மக்கள் விரோத போக்கை கண்டித்து ஆல் இந்தியா லெவலில் நடத்தக்கூடிய இந்த போராட்டத்தை மிக வெற்றி பெற செய்த அனைவருக்கும் முதலில் என்னுடைய நன்றியை தெரிவித்துக் கொள்கின்றேன். அதாக ஒரு ஷார்ட் டைம், கொஞ்ச நேரத்திலேயே இந்த பெரிய ஒரு கூட்டத்தை நம்ம ஏற்பாடு பண்ணோம்.
இந்த பேண்டமிக் சுச்சுவேஷன், இந்த கோவிட்-19 டைமில் இது மாதிரி ஒரு கூட்டத்தை ஏற்பாடு பண்ண முடியாது. ஆனால் ஒரு 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 வித்தின் வீக் ரஹமத்துல்லா சாஹிப் இந்த போராட்டம் அறிவித்தாமல் அதற்கு பிறகு தமிழ்நாட்டில் இருந்து ரொம்ப அதிக ஆளுகள் இங்கே வந்திருந்தாங்க. அதே மாதிரி பிஜேபி கவர்மெண்டுடைய தொழிலாளர் விரோத போக்கு, மக்கள் விரோத போக்கு, தொழில் சட்டங்களை மாற்றி அமைப்பது, பெட்ரோல் கேஸ் விலைகளை ஏற்றுவது, அதை குறைப்பதற்கு, அதே மாதிரி ஸ்கீம் ஒர்க்கர்ஸ், ஆஷா ஒர்க்கர்ஸ் அவங்களுடைய ஊதியத்தை உயர்த்துவது, திட்ட பணியாளர்களுடைய ஊதியத்தை உயர்த்துவது, இந்த டிமாண்டாக தான் நாம் இந்த போராட்டத்தில் ஏற்பட்டிருந்தோம். ஆனால் இந்த போராட்டம் மிகவும் வெற்றி பெற செய்த அனைவருக்கும் சுதந்திர தொழிலாளர் யூனியன் STU நேஷனல் கமிட்டி சார்பாகவும் தமிழ்நாடு STU சார்பாகவும் நன்றியை தெரிவித்துக் கொள்கிறேன். ஜெய் ஹிந்த், ஜெய் STU. STU जिंदाबाद, STU जिंदाबाद, STU जिंदाबाद, STU जिंदाबाद, जिंदाबाद, पार्लियामेंट मार्च जिंदाबाद, पार्लियामेंट मार्च जिंदाबाद, पार्लियामेंट मार्च जिंदाबाद, पार्लियामेंट मार्च जिंदाबाद, छोड़ दो, छोड़ दो, छोड़ दो, छोड़ दो, लेबर कोड छोड़ दो, छोड़ दो, STU जिंदाबाद, STU जिंदाबाद, पार्लियामेंट मार्च जिंदाबाद, पार्लियामेंट मार्च जिंदाबाद, STU जिंदाबाद. STU जिंदाबाद. ഇടാൻ വേണ്ടിയിട്ടാ ഓക്കെ ഇവിടെയാ ക്യാമറ ഇവിടെ Demand letter. One demand letter. Yes. You are from special branch. You send your number. ഇടാൻ വേണ്ടിയിട്ടാ ഓക്കെ താങ്ക് യു I will give you the representative. National executive here at Constitution.